നമസ്കാരം. മീനി മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, നമ്മൾ ഒരുപാട് ട്രെയിനിങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ആയാലും ഒരു തവണ കേട്ടതുകൊണ്ടോ ഒരു തവണ വായിച്ചുകൊണ്ടോ നമ്മൾ മനസ്സിലേക്ക് ഒന്നും കയറാൻ പോകുന്നില്ല. എന്നാൽ ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ ക്ലാസ്സും എൻ്റെ തലയിൽ കയറി. ഇല്ല, അത് ഒരു 25% മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് കയറുക. ബാക്കി 75% അവിടെ വെച്ച് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് നമ്മൾ എഴുതി വെക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അതുണ്ടാവും. കൂടാതെ അത് ഇന്നും നാളെയും മറ്റന്നാളും ഇന്ന് എഴുതിയ കാര്യം ഒരു 3 ദിവസങ്ങൾ നമ്മൾ എടുത്തു നോക്കണം. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് മറച്ചു നോക്കണം. ഒരു മാസത്തിലേക്ക് ഇതെല്ലാം എടുത്തു നോക്കണം. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ബ്രെയിനിലേക്ക് അത് കയറും. ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇതല്ല. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം, നമുക്ക് അത് പഠിച്ച കാര്യം നമ്മൾ നാളെയും മറ്റന്നാളും അതിൻ്റെ ദിവസവും വായിച്ചു നോക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു 5% താഴ്ന്നു പോകും. അപ്പോൾ ഈ 5% താഴ്ന്നു പോകാതിരിക്കാൻ ആണ് ഞാൻ പറഞ്ഞത്, ഇന്നും നാളെയും മറ്റന്നാളും നമ്മളത് വായിച്ചു നോക്കണം, പഠിക്കണം. അപ്പോൾ 25% 5% ആവില്ല. വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരു 50-55% ഇത് ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 50-55% എത്തണമെങ്കിൽ വായിക്കുകയും പഠിക്കുകയും വേണം. ഇനി അത് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് കൂടാതെ നമ്മൾ നമ്മുടെ ബന്ധുക്കടിക്കുകയോ സുഹൃത്തുക്കൾക്കടിക്കുകയോ അല്ലെങ്കിൽ ഒരു വീട്ടുകാരടിക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകാരിക്കോ ഒന്നുമില്ല, നമ്മളൊരു കണ്ണാടി നോക്കിയിട്ട് നമ്മളിത് പറയുന്നൊരവസ്ഥ, വേറെ ആൾ പഠിപ്പിക്കുന്നൊരവസ്ഥ വരുമ്പോൾ അത് 90-95% എത്തും. ഇത് തന്നെയാണ് എല്ലാവർക്കും പറ്റുന്നത്. നമ്മൾ പോയി സംസാരിക്കുന്ന സമയത്ത് കസ്റ്റമർ എല്ലാം പഠിച്ചു മനസ്സിലാക്കിയെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല. അവരെന്തെല്ലോ തിരക്കിൻ്റെയൊക്കെ കേൾക്കുന്നുണ്ടാവുക. അത് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് 5% വരും. ആരാണോ ഏത് കമ്പനിയിൽ നിന്നാണോ വന്നതെന്നോ ആരാണോ ഒന്നും ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവരെ ഇടയ്ക്ക് ഇവരെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യണം. ഈ 48 മണിക്കൂറിനുള്ളിൽ അവരെ ഫോളോ അപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അവരെ കിട്ടുള്ളൂ, അവർ ഓർമ്മ വരുള്ളൂ, അവരെ നമുക്ക് കൺവേർട്ട് ചെയ്ത് സെയിലാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ഫോളോ അപ്പ് ചെയ്യണം, അതിനു വേണ്ടി ഇതാക്കണം. നമ്മൾ പഠിക്കുന്ന കാര്യം അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം, പഠിച്ച കാര്യം പറയണം. ഇങ്ങനെയുള്ള അവസരത്തിലാണ് നമുക്കിത് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.